പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ കുറേ നാൾ കൊണ്ട് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലർ പറയും, പ്രൈസ് ദി ലോർഡ്, ഒരുപാട് കാലമായി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ഇനിയിപ്പോൾ പ്രാർത്ഥിക്കാനൊരു താല്പര്യവും ഇല്ല. ഒത്തിരി നാൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വിഷയത്തിൻ്റെ പുറത്തൊരു താല്പര്യക്കുറവും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളൊരിക്കൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് കോമ സ്റ്റേജിലോട്ട് പോയൊരു സഹോദരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങളൊരിക്കൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. ആദ്യത്തെ നാളുകളിലൊക്കെ എല്ലാവർക്കും ഭയങ്കര ആവേശമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കൂടെ പ്രാർത്ഥിക്കുന്നവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അവർ ആരോഗ്യം വിളിക്കുന്നു, വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പോയി, പ്രൈസ് ദി ലോർഡ്, ദേവദാസന്മാരൊക്കെ പോയി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇച്ചിരി നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്നുകൂടെ ആ ഭവനത്തിലോട്ടൊന്ന് പോയി പ്രാർത്ഥിപ്പാനായിട്ട് പോയി. അവിടെ പോകുമ്പോൾ ഭയങ്കര ശോകമായ ഒരു അന്തരീക്ഷം. പ്രൈസ് ദി ലോർഡ്. അവരുടെ പ്രാർത്ഥനകളൊക്കെ നിരാശയിലോട്ട് അങ്ങോട്ട് മാറി. അവർക്കിപ്പോൾ പ്രാർത്ഥിപ്പാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് എത്രയെന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയുമായിരുന്നു, എത്രയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കഴിഞ്ഞ കുറേ 2-3 വർഷം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ആ കിടപ്പിൽ മനുഷ്യൻ കിടക്കുന്നതല്ലാതെ എഴുന്നേറ്റ് വരുന്നത് കാണുന്നില്ല. ചോദിക്കുമ്പോൾ പറയുമായിരുന്നു, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിച്ചു ഞങ്ങൾ എന്ത് ചെയ്തു? മടുത്തുപോയി. പ്രാർത്ഥിച്ച് മടുത്തുപോയി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിൽ, പ്രാർത്ഥിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്? മടുത്തുപോകരുത്. പ്രാർത്ഥിച്ച് നമ്മൾ മടുക്കുമെന്ന് നമ്മളെ കർത്താവിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്. കർമ്മേൽ പർവ്വതത്തിലെ ഏറ്റവും വലിയൊരു ശുശ്രൂഷ കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങിയ ഏലിയാവ്, പ്രൈസ് ദി ലോർഡ്, അവിടെ വെച്ചങ്ങ് നിർത്തുകയല്ല, അടുത്ത് പിന്നെയും പ്രാർത്ഥിപ്പാനായിട്ട് കയറിയ. ഒരു അത്ഭുതമൊക്കെ നടന്നു കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ ഒരു വലിയൊരു മീറ്റിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും, ഓ ഇനി അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട, കാരണം ഞാൻ ആകപ്പാടെ ക്ഷീണിച്ച. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ കഴിഞ്ഞോ, അല്ലെങ്കിൽ മറ്റൊരു കാര്യമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് നമ്മൾ എക്സ്ക്യൂസ് പറയും. നമ്മൾ ഈ ഭാഗം ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കർമ്മേലിനെ കുറിച്ചും ബാലിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് അറിയുന്നത് നല്ലതാണ്. ആരാണ് ഈ ബാൽ? കനാന്യ ദൈവങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവമാണ്, കനാന്യരുടെ ദൈവമാണ്, ദൈവവിഗ്രഹമാണ് ബാൽ എന്ന് പറയുന്നത്. ബാൽ എന്ന് പറയുന്നത് മഴയുടെ ദേവനാണ്, കൃഷിയുടെ ദൈവമാണ്, പ്രൈസ് ദി ലോർഡ്, ഫലഭൂയിഷ്ഠതയുടെ ഒക്കെ ദൈവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം, കനാന്യരെ സംബന്ധിച്ചിടത്തോളം അത് മഴയുടെയും, പ്രൈസ് ദി ലോർഡ്, ഫലഭൂയിഷ്ഠതയുടെ, കൃഷിയുടെ ഒക്കെ ദൈവമാണ്. നിങ്ങൾ ഇനി ബാൽ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഓടി വരണം. എന്ന് പറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേലിലുള്ള ബാലിനെ ആരാധിക്കുന്നവരും പതിയെ ഇസ്രായേലിലെ ജനവും ഒരുപോലെ വിശ്വസിച്ച ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ബാലാണ് മഴ തരുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിക്കും, എന്തിനാ ദൈവം അടുത്ത 3 ആണ്ടേക്ക് ഇനി മഴ വേണ്ട എന്ന് പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഇവര് പറയുക, യഹോവയല്ല മഴ തരുന്നത്, ഞങ്ങൾക്ക് മഴ തരുന്ന ആരാ? ബാൽ. ഏലിയ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞോ മഴയോ ഉണ്ടാകത്തില്ല. അടുത്ത 3-3.5 വർഷം മഴ പെയ്തില്ല. ഇനി പ്രൈസ് ദി ലോർഡ്, ഈ കർമ്മേൽ പർവ്വതത്തിൽ വെച്ചാണ് ഏലിയ പ്രവാചകൻ ബാലിന്റെ 450 പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെ 400 പേരെയും വാളിന്റെ വായ്ത്തലയിൽ വെട്ടി കൊന്നുകളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ 850 പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ താഴോട്ട് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വലിയ ശുശ്രൂഷ, അതുവരെ കാണാത്ത മഹത്തായ ശുശ്രൂഷ, പ്രാർത്ഥിച്ച് ഒരുക്കിയ യാഗപീഠത്തില് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി യാഗം ദഹിപ്പിച്ച വലിയൊരു യാഗം നടത്തിയ ഒരു പ്രവാചകൻ. അത് കഴിഞ്ഞ ഉടനെ, പ്രൈസ് ദി ലോർഡ്, ഇനി എനിക്ക് റെസ്റ്റ് വേണോ എന്നല്ല പറഞ്ഞത്, പിന്നെ എന്തുവാ ചെയ്തത്? പ്രാർത്ഥിപ്പാനായിട്ട് പോയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ കർമ്മേൽ പർവ്വതത്തിൽ എന്തിനാണ് ഏലിയ പ്രവാചകൻ നടത്തിയെന്നറിയാമോ? ഈ കർമ്മേലിലാണ്, പ്രൈസ് ദി ലോർഡ്, ബാലിന്റെ പ്രവാചകന്മാർ യാഗം കഴിക്കാൻ വരുന്ന. സാധാരണ അവരുടെ ആരാധന സ്ഥലമാണ് ഈ കർമ്മേൽ. ഇത് ശത്രുവിന്റെ അവകാശ സ്ഥലമാണ്. ഈ സ്ഥലത്ത് വെച്ച് പ്രവാചകൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആദ്യം നടത്തി നോക്ക്. നിങ്ങളുടെ യാഗപീഠത്തിൽ തീ വന്നാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഞാൻ യാഗം കഴിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം തീ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യഹോവ തന്നെ ദൈവമെന്ന് ഇസ്രായേൽ മുഴുവനും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് കർമ്മേൽ തിരഞ്ഞെടുത്തത്. ഈ കർമ്മേലിൽ വെച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, അവിടെ തീ ഇറങ്ങി യാഗം ദഹിപ്പിച്ച ശേഷം അടുത്ത് നടക്കുന്ന സംഭവം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചേ അതിന്റെ 41-ാമത്തെ വാക്യം, 18-41. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. 18-ാം അധ്യായത്തിലെ തീറയ്ക്ക് ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഏലിയാവിനൊരു കാര്യം അറിയാം, തീ ഇറങ്ങിയ തീരത്തില്ല, അടുത്ത് മഴ വരണം.
പ്രൈസ് ദി ലോർഡ്. തീ ഇറങ്ങിയിട്ട് അവിടെ അങ്ങ് നിർത്തിയാൽ മാത്രം പോലെ ഒരു പ്രാർത്ഥന കഴിഞ്ഞു, ഒരു അനുഗ്രഹം കിട്ടി, അതുകൊണ്ട് ഇനി പ്രാർത്ഥിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു മീറ്റിംഗ് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അടുത്ത പ്രാർത്ഥന വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഒരു അത്ഭുതം കണ്ടു, ഇനി അടുത്ത എന്ത് ചെയ്യണ്ട, പ്രാർത്ഥിക്കേണ്ട. അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളൊരു തീയുടെ അനുഭവം കിട്ടിക്കഴിഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, ഏലിയാവ് പറഞ്ഞു, തീയുടെ അനുഭവം കിട്ടിയാലും മഴയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കും. 3.5 വർഷക്കാലം പെയ്യാത്ത ഒരു മഴ. പ്രൈസ് ദി ലോർഡ്. അവിടെ ആരും കഴിഞ്ഞ 3.5 വർഷക്കാലം കൊണ്ട് മഴയെങ്കിലും കണ്ടിട്ടില്ല. ഇസ്രായേലിലെ തോടുകളൊക്കെ വറ്റി വരണ്ടു. പ്രൈസ് ദി ലോർഡ്. വരൾച്ചയാണ്. നിങ്ങൾക്കറിയാം, സാറാഫാത്തിലെ വിധവയും പ്രൈസ് ദി ലോർഡ് ശമരിയിലൊക്കെ ക്ഷാമം നേരിട്ട സമയം. ആർക്കും കഴിക്കാൻ ആഹാരമില്ല. പാടശേഖരങ്ങളൊക്കെ കത്തിക്കാൻ പ്രൈസ് ദി ലോർഡ് വരണ്ട് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കാത്തൊരു സമയത്ത് 18-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ യഹോവയായ ദൈവം ഏലിയ പ്രവാചകനെ വിളിച്ചിട്ട് പറഞ്ഞു. ആ വാക്യം വായിച്ചേ. 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ടായത്, ആഹാബിന് നിന്നെ തന്നെ കാണിക്കാം. സ്തോത്രം. എന്തുവാ പറഞ്ഞേ? കഴിഞ്ഞ 3-3.5 വർഷം കൊണ്ട് നടക്കാതിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഒരു കാര്യത്തെ ഞാനിതാ ചെയ്യാൻ പോവുക. ഭൂതലത്തിൽ ഞാൻ മഴ അയക്കാൻ പോവുക. ഇസ്രായേലിൽ പാർക്കുന്ന ബാലിനെ ആരാധിക്കുന്നവർ പറഞ്ഞു, ബാലാണ് മഴ പെയ്യിക്കുന്നതെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുക, ബാലുമല്ല, ബാലിന്റെ പ്രവാചകനുമല്ല, പ്രൈസ് ദി ലോർഡ്, മനുഷ്യരൊന്നുമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചതൊന്നും രീതിയിലല്ല ദൈവപ്രവൃത്തി നടക്കുന്നത്. ദൈവത്തിനൊരു തക്ക സമയമുണ്ട്. ദൈവം ഇടപെടുന്ന ഒരു സമയം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഒരു പ്രാവശ്യം ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ബ്രേക്ക് അങ്ങ് എടുക്കും. സ്ഥിരമായി ദൈവസ്ഥയിൽ പോയിരിക്കുന്നവരെ, സ്തോത്രം, കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. അടുത്തെന്താ നടക്കാൻ പോകണം, ദൈവവുമായിട്ടൊരു ബന്ധവും ഐഡിയ ഒക്കെ ഉണ്ടാവും. എലിയ പ്രവാചകൻ നോക്കി ഈ 41-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഈ 1 ശമൂവേലിന്റെ പുസ്തകത്തിൽ എൽക്കാനയുടെ 2 ഭാര്യമാരുണ്ട്. ഒന്ന് പെനിന്നയും ഹന്നയും. നിങ്ങൾ പറയണം, ഈ ഹന്നയും എൽക്കാനയും എല്ലാവരും കൂടെ ശീലോവിൽ ദൈവത്തെ ആരാധിക്കാനും യാഗം കഴിപ്പാനുമായിട്ടൊക്കെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് യാഗം കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയിരുന്ന് വായിക്കണം. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, യാഗം കഴിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് അവരെല്ലാം തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തു. യാഗം എല്ലാം കഴിഞ്ഞു, അവർ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്തു. ഈ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്ത ശേഷം പ്രൈസ് ദി ലോർഡ് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും? ഒന്ന് ഉറങ്ങും, അല്ലേ? ഒന്ന് റെസ്റ്റ് എടുക്കും, ഒന്ന് ഉറക്കം വരും. അപ്പോൾ എൽക്കാന പറഞ്ഞു, എനിക്ക് ഉറക്കം വരുക, ഞാൻ അങ്ങ് കിടക്കുക. പ്രൈസ് ദി ലോർഡ്. പെനിന്നയും കുഞ്ഞുങ്ങളും പറഞ്ഞു, ഞങ്ങളും ഉറക്കം വരും, ഞങ്ങളും അങ്ങ് കിടക്കാൻ പോവുക എന്ന് പറഞ്ഞു. ഹന്ന പറഞ്ഞു, ആഹാരം കഴിച്ചവന് കിടന്നുറങ്ങാം, പക്ഷേ ആത്മാവിൽ ഭാരമുള്ളവന് ഉറക്കം വരത്തില്ല. ആഹാരം കഴിച്ച് ജഡത്തിൽ സന്തോഷം അനുഭവിച്ച് പ്രൈസ് ദി ലോർഡ് എനിക്കൊരിച്ചിരി ഉറക്കം വേണം, ആ പ്രൈസ് ദി ലോർഡ് ആഹാരം കഴിച്ചതാ എന്ന് പറഞ്ഞവന് അവന് പോയി കിടന്ന് ഉറങ്ങാം. എന്നാൽ ആത്മാവിന് ഉള്ളിൽ എരിയുന്നവന്, ആത്മാവിന് ഭാരമുള്ളവന്, അകത്ത് തീയുള്ളവന്, അകത്ത് ചൂടുള്ളവന്, ആത്മദാഹമുള്ളവന് അവന് വെറുതെ കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അവള് പറഞ്ഞു, ഞാൻ ആലയത്തിലോട്ട് പോകുക, നിങ്ങൾ ഉറങ്ങിക്കോ, എനിക്ക് ഇടപെടേണ്ട സമയമുണ്ട്, എനിക്ക് ദൈവത്തോട് ചിലത് പറയാനുണ്ട്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഇത് മാറ്റിവെക്കേണ്ട സമയമല്ല, ഇത് ഉറങ്ങേണ്ട സമയമല്ല, ഇത് ദൈവത്തോട് സംസാരിക്കേണ്ട സമയമാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ യേശു കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം ശ്രദ്ധിച്ച് ഒരു വലിയ ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവ് പതിയെ വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. 5,000 പേര് പോഷിപ്പിച്ചു. കർത്താവ് വേറിട്ട് പോയി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാര് ബോട്ടിൽ വഴിയാത്ര ചെയ്തു പോകുമ്പോൾ കർത്താവ് മറുതലക്കിലിരുന്ന് പ്രാർത്ഥിക്കുക. രാത്രിയുടെ 4-ാം യാമത്തിൽ പ്രൈസ് ദി ലോർഡ് ശിഷ്യന്മാര് ബോട്ടിൽ ഇങ്ങനെ കടന്ന് മൽപ്പിടുത്തം നടത്തി പടക് മുങ്ങുമാറാകുന്ന സമയത്ത് യേശു കർത്താവ് പടകിന്റെ മേൽ നടന്നു വന്നവർ, പ്രൈസ് ദി ലോർഡ്, കടലിന്റെ മേൽ നടന്നു വന്നാ പറയുന്നത്. ഈ രാത്രിയുടെ 4-ാം യാമത്തിൽ കർത്താവ് ഉറങ്ങാതിരിക്കുവാണോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാ ദിവസവും രാത്രി ഉറങ്ങാറില്ലേ? ഏതെങ്കിലും ഒരു ദിവസം എഴുന്നേറ്റിരുന്ന് പ്രൈസ് ദി ലോർഡ് രാത്രി 1 മണിക്കോ 2 മണിക്കോ 12 മണിക്കോ 11 മണിക്കോ ഒക്കെ ഒന്ന് ഉണർന്നിരുന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത്, എന്നാലും ഞാൻ പറയുക, പ്രൈസ് ദി ലോർഡ്, നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനത് വലിയ ഇഷ്ടമാണ്. സ്തോത്രം. ആഹാബിനോട് പറഞ്ഞു, നീ പോയി ആഹാരം
ആഹാരം കഴിച്ചോ, എനിക്ക് പ്രാർത്ഥിപ്പാനുണ്ട്, എനിക്ക് ദൈവസന്നിധിയിലോട്ട് കയറി ഇരിപ്പാനുണ്ട്. അത് പറഞ്ഞിട്ട് നേരെ പ്രൈസിനോട് ഏലിയാവ് പ്രാർത്ഥിപ്പാനായിട്ട് പോവുക. ഇനി പറഞ്ഞ് ശ്രദ്ധിച്ചോണം, ഏലിയാവ് വിളിച്ചു പറഞ്ഞൊരു ദൂതുണ്ട്. എന്തുവാ ദൂത്? പ്രൈസിനോട് ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു. വാഗ്ദത്തം കിട്ടിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം. 18-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ സർവശക്തനായ ദൈവം പറഞ്ഞു, ഞാൻ ഭൂതലത്തിൽ മഴ അയക്കാൻ പോവുക. ചോദ്യം, ഏലിയാവേ പിന്നെ നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ദൈവം പറഞ്ഞില്ലേ മഴ അയക്കാമെന്ന്? പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്. നമുക്കൊരു വാഗ്ദത്തം കിട്ടിയാൽ, ദൈവത്തിൽ നിന്നൊരു വാഗ്ദാനം കിട്ടിയാൽ, നമ്മൾ ആ വാഗ്ദത്തം പിടിച്ചു വെച്ചിട്ട് പറയും ദൈവത്തിന്റെ ഒരു ആലോചന കിട്ടിയിട്ടുണ്ട്. ഒരു ദൈവദാസം വന്ന് തലയിൽ കൈവച്ചേച്ചു പറഞ്ഞു പ്രൈസ് ദി ലോർഡ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആ കേട്ട ദിവസം മുതൽ പറയുന്നതല്ലാതെ പ്രാർത്ഥിക്കത്തില്ല. ഏലിയാവിന് വാഗ്ദത്തം കിട്ടിയതിനെ കൊണ്ട് അടച്ചുപൂട്ടി വെച്ചിട്ടിരിക്കുവല്ല, പിന്നെ എന്തുവാ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുന്ന. നീ അതിന്റെ മുള പൊട്ടി, നിന്റെ വാഗ്ദത്തത്തിൽ മുള പൊട്ടി വരുന്നത് വരെ നീ പ്രാർത്ഥന നിർത്തരുത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രാർത്ഥന നിർത്തരുത്. ഏലിയാവിന് വാഗ്ദത്തം കിട്ടി. പറഞ്ഞതാരാ? ദൈവമാ. ഞാൻ ഭൂതലത്തിൽ മഴ അയക്കാൻ പോകുന്നു, നീ പോയി ആഹാബിനോട് അത് പറയാൻ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞു കഴിഞ്ഞിട്ടും ഏലിയാവ് പ്രാർത്ഥന നിർത്തിയില്ല. ഏലിയാവ് പ്രാർത്ഥിക്കുക. കാര്യം എന്തെന്നറിയാമോ? ഈ പറഞ്ഞ വാക്ക് പ്രൈസ് ദി ലോർഡ് അതിന്റെ അടയാളം കാണുന്നത് വരെ ഞാൻ എന്റെ പ്രാർത്ഥന നിർത്തത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയോ? കിട്ടി. ഏലിയാവേ ദൈവത്തിന്റെ വാഗ്ദത്തം കിട്ടിയോ? കിട്ടി. ദൈവം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ആ പ്രാർത്ഥനയുടെ മറുപടി, ആ വാഗ്ദത്തത്തിന്റെ മറുപടി ഒരു അടയാളമായി എനിക്ക് വെളിപ്പെട്ട് വരുന്നത് വരെ, എന്റെ കണ്ണാലെ കാണുന്നത് വരെ, ഞാനത് കാണുന്നത് വരെ, അത് ജഡത്തിൽ കാണപ്പെടുന്നത് വരെ ഞാൻ എന്റെ പ്രാർത്ഥന അവസാനിപ്പിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും കിട്ടുന്ന വാഗ്ദാനത്തിന് കണക്കില്ല. കൊട്ട നിറച്ച് വാരിക്കൂട്ടിയൊക്കെ വെക്കാം. പലരും പറയാറുണ്ട്, അന്നൊക്കെ പറഞ്ഞേച്ചൊക്കെ പോയി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇത് പറഞ്ഞ് അറിയിച്ച ദൈവത്തിൻ്റെയും പറഞ്ഞ ദൈവദാസന്മാരെയും കുഴപ്പമൊന്നുമല്ല, ഇത് കേട്ട നമ്മളെ കുഴപ്പമാണ്. ഇതും കേട്ടിട്ട് ആ പോകുന്ന പോക്കാ, ദൈവസന്നിധിയിലൊന്നും പോയിരിക്കത്തില്ല. ദൈവത്തോട് പോയിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്ന ഒരാളെ തമ്പുരാൻ തിരക്കുക. നീ ഇടിവ് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ വിഷയത്തിൽ ഇടപെടുവാൻ എന്റെ കർത്താവ് സർവശക്തനാ. ഈ വാഗ്ദത്തത്തിനുമായി പ്രാർത്ഥിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് കിട്ടിയ വാഗ്ദത്തത്തിന്റെ അല്ലെങ്കിൽ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് എന്ത് തോന്നും? മടുപ്പ് തോന്നും. മടുപ്പ് പതിയെ എന്തായിട്ട് മാറും? അവിശ്വാസമായി മാറും. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ വായിക്കേണ്ട സെഖര്യാവും പ്രൈസ് ദി ലോർഡ് അദ്ദേഹത്തിന്റെ ഭാര്യയും എലിസബത്തും ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുവാണ്. ഇപ്പൊ ഒരു വാർദ്ധക്യത്തിലെത്തി. ദൂതൻ വന്നിട്ട് സെഖര്യാവിനോട് പറയുവാണ്, സെഖര്യാവേ നീ ഇങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സ്വർഗത്തിന് വലിയ സന്തോഷമാ എന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെന്തുവാ പറഞ്ഞേ? സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. സെഖര്യാവേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്ന് പറഞ്ഞപ്പോ സെഖര്യാവ് മറുത്തൊരു ചോദ്യം, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നവളുമാ, പിന്നെ ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? നിനക്കേ ഉറപ്പില്ല നീ എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്ന്, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചു തുടങ്ങി, അതുകൊണ്ടങ്ങ് പ്രാർത്ഥിക്കുക. അല്ലാതെ വിശ്വാസത്തിലല്ല നീ പ്രാർത്ഥിക്കുന്ന, നീ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തുവാ? എന്റെ കർത്താവ് എന്റെ വിഷയത്തിൽ ഇടപെടുവാൻ ശക്തനാ. അത് ഒരു ദിവസമല്ല, ഒരു വർഷമല്ല, 10 വർഷം കഴിഞ്ഞാലും ഈ വിഷയത്തിന്റെ മേൽ ഇടപെടുവാൻ എന്റെ ദൈവം ശക്തനാ. എന്റെ വിഷയത്തിന് തീർപ്പ് കൽപ്പിപ്പാൻ, എന്റെ വിഷയത്തിൽ നീക്കുമോക്കം തരുവാൻ മനുഷ്യരെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞാലും, മനുഷ്യരാരും കണ്ടില്ല എന്ന് പറഞ്ഞാലും, മനുഷ്യരാരും നടക്കത്തില്ല എന്ന് പറഞ്ഞാലും അത് സംഭവിപ്പിക്കാൻ കഴിവുള്ളവർ ഉയരത്തിലുണ്ട്. ആ ദൈവം അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എലിസബത്തിനും വയസ്സായി, സെഖര്യാവിനും വയസ്സായി. മനുഷ്യരുടെ കണ്ണിന് ശരിയാ, പക്ഷെ തമ്പുരാന് ഒരു പ്രവൃത്തിയുണ്ട്. വാഗ്ദത്തം തന്നത് കർത്താവാ, അത് മാറത്തില്ല. സ്തോത്രം. ഏലിയാവ് വിളിച്ചു പറയുന്നുണ്ട്, ഒരു വലിയ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. എന്താ കാണാത്ത? എന്താ കേട്ടത്? ഏലിയാവ് എന്താ പറയാത്ത? ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം അല്ലെങ്കിൽ വലിയ മഴ ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞേ. പിന്നെന്താ കേട്ടെന്ന് പറഞ്ഞ കാര്യം എന്തുവാ? വിശ്വാസത്തോടെ നിൽക്കുന്നവൻ, വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ വിശ്വാസത്തോടെ കേൾക്കണം. നിങ്ങളുടെ വിഷയത്തിലുള്ള മറുപടി നിങ്ങൾ കേൾക്കണം. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും വരുന്നു. വിശ്വാസം കേൾവിയാലാ വരുന്നേ. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവവചനത്താലും
വരുന്നു. ആഹാബ് മഴ കണ്ടോ? മേഘം കണ്ടോ? ഇല്ല. ശബ്ദവും കേട്ടില്ല. ജനമാരും മേഘവും കണ്ടില്ല, ശബ്ദവും കേട്ടില്ല. ബാല്യക്കാരും ആ ശബ്ദവും കേട്ടില്ല, മഴയും കണ്ടില്ല. ഏലിയാവ് പറഞ്ഞു, വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. ചെറിയൊരു പിശറൻ കാറ്റല്ല, ചെറിയൊരു മഴയല്ല. കഴിഞ്ഞ 3-3.5 വർഷം ഏലിയാവേ, 3-3.5 വർഷമായി ഇസ്രായേലിലെങ്ങും ഒരു ചെറിയൊരു നനുത്ത കാറ്റ് പോലും അടിച്ചിട്ടില്ല. ഒരു തുള്ളി മഴ പോലും വീണിട്ടില്ല. മേഘം ഒരിക്കലും ഉരുണ്ടുകൂടിയിട്ടില്ല. വരൾച്ച ബാധിച്ചിരിക്കുന്ന ദേശത്ത് നീ എങ്ങനെയാ വിളിച്ചു പറയുന്നത്? നിനക്ക് മാത്രം എങ്ങനെയാ കേൾക്കാൻ കഴിയുന്നത്? നിങ്ങൾക്കത് കേൾക്കാൻ കഴിയത്തില്ല. കാരണം ഞാൻ സ്വർഗവുമായി കണക്ട് ചെയ്തവനാ. വിശ്വാസത്താൽ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അവൻ കേൾക്കണം മഴയുടെ മുഴക്കം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ച് സ്തോത്രം. അതിന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിന്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തന്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ചു. തന്റെ ബാല്യക്കാരനോട്, നീ ചെന്ന് കടൽ നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 7-ാം പ്രാവശ്യമോ അവനിതാ കടലിൽ നിന്ന് ഒരു മനുഷ്യന്റെ കൈ പോലൊരു മേഘം പൊങ്ങുന്നു എന്ന് പറഞ്ഞു. ഇനി ശ്രദ്ധിച്ചോ. പ്രൈസ് ദി ലോർഡ്. ഏലിയ പ്രവാചകൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക. എങ്ങനെ ഇരിക്കുന്നേ? മുഴങ്കാലിന്റെ ഇടയിൽ തല തിരികി കയറ്റി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ള നിയമമുണ്ടോ? അല്ല, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് കൊണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴെന്നാ പറയുന്നത്. സ്തോത്രം. നിങ്ങൾ ഉറക്കം വിളിക്കണോ, ഇരുന്ന് പ്രാർത്ഥിക്കണോ, നിന്ന് പ്രാർത്ഥിക്കണോ, കിടന്ന് പ്രാർത്ഥിക്കണോ, എങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു? ഏലിയാവിൻ്റെ സമർപ്പണമുള്ള പ്രാർത്ഥനയാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എല്ലാത്തിനെയും മുറ്റുമായി യാക്കോബ് പറയുന്നത് ഏലിയാവ് നമ്മളെപ്പോലെ സമസ്വഭാവമുള്ള മനുഷ്യനാണ്. അവൻ പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്. ഇവിടെ വന്ന് മുഴങ്കാലിൽ പ്രൈസ് ദി ലോർഡ് തല ഇരുത്തി അവൻ പ്രാർത്ഥിച്ചു എന്ന് ഈ പുസ്തകം പറയുന്നത്. പക്ഷെ യാക്കോബ് പറയുക അവൻ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പ്രാർത്ഥനയ്ക്ക് ഇരുന്നിട്ട് ബാല്യക്കാരനോട് പറഞ്ഞു, നീ പോയി നോക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്തുവാ? മഴ പെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടതാ, മഴ വരും, നീ പോയി നോക്കാൻ പറഞ്ഞു. പുറത്തോട്ട് പോയി നോക്കാൻ പറഞ്ഞു. ബാല്യക്കാരൻ പോയി ചോദിച്ചു മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. പ്രാർത്ഥിക്കണ്ടേ? അപ്പോ പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥന വിട്ട് എഴുന്നേറ്റ് പോയി ഗൂഗിള് തപ്പിയേച്ച് നടക്കുന്നു, മറുപടി ഉണ്ടോ എന്നാണോ നോക്കിയേ? ഫോൺ എടുത്തേച്ച് കോള് വല്ലതും വന്നോ, എനിക്കുള്ള മറുപടി വല്ലതും കിട്ടിയോ എന്നാണോ നോക്കിയേ? അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് അവരൊന്ന് വിളിച്ചിട്ട് വല്ല മാറ്റം ഉണ്ടോ, ഞാൻ പറഞ്ഞ കാര്യം വല്ലതും നടക്കുമോ എന്നാണോ ചോദിച്ചേ? ഇല്ല. ഏലിയാവ് എഴുന്നേറ്റില്ല. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കടന്ന് ഓടി നടക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന മുറിക്കകത്ത് വരും. ബാല്യക്കാരനെ പറഞ്ഞേച്ചിട്ട് പറഞ്ഞു, നീ പോയി നോക്കാൻ പറഞ്ഞു. അവൻ പോയി നോക്കിയപ്പോ പ്രൈസ് ദി ലോർഡ് അവൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഒന്നുമില്ല. ലോകം പറയും പ്രൈസ് ദി ലോർഡ് കാണുന്നത് മുഴുവൻ പ്രൈസ് ദി ലോർഡ് പ്രയാസങ്ങളാ. എന്നാൽ ദൈവജനം പറയും പ്രൈസ് ദി ലോർഡ് നിരാശയും പ്രയാസങ്ങളുമല്ല, ദൈവത്തിന്റെ നടത്തിപ്പാ ഞാൻ കാണുന്നത്. ലോകം പറയും പ്രൈസ് ദി ലോർഡ് ഞാൻ കാണുന്നത് രോഗമാ, തളർച്ചയാ. എന്നാൽ ദൈവത്തിന്റെ ആലോചന പറയുക, ഞാൻ കാണുന്നത് വാഗ്ദത്തങ്ങളാ, ദൈവത്തിന്റെ വലിയ വിടുതലാ. പ്രൈസ് ദി ലോർഡ്. ലോകം പറയും കാണുന്നത് പ്രൈസ് ദി ലോർഡ് നിരാശയും പ്രതികൂലമാ. എന്ന ദൈവത്തിന്റെ വാഗ്ദത്തം പറയുക, ഞാൻ കാണുന്നത് ദൈവത്തിന്റെ കരുതലാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ബാല്യക്കാരൻ പോയിച്ചു പറഞ്ഞു ഒന്നും കാണുന്നില്ല. ഏലിയ പ്രവാചകൻ പറഞ്ഞു 7 പ്രാവശ്യം പോയി നോക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആരൊരിക്കൽ ഇങ്ങനെ പറയുന്നത് കേട്ടു, 7 ഞായറാഴ്ച ഉപവസിച്ച് 7 വെള്ളിയാഴ്ച ഉപവസിച്ച വിഷയത്തിന് മേൽ വിടുതൽ നടക്കുമെന്ന്. അങ്ങനെയൊന്നും പുസ്തകത്തിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ 7 അല്ല 21 അല്ല പ്രൈസ് ദി ലോർഡ് 51 ഇരുന്നാലും അവരവരിയ്ക്കുന്ന പോലെയുള്ളൂ. നമ്മൾ എങ്ങനെയാ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ചിലപ്പം 7 തികയണമെന്നും വേണ്ട, ഒരാഴ്ച പോകുമ്പോൾ തന്നെ നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ വിടുതൽ കിട്ടും. പക്ഷെ മനസ്സിലാക്കിക്കൊള്ളണം, എൻ്റെ വിഷയത്തിന് മറുപടി വരുന്നത് വരെ ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വിഷയത്തിന്റെ പുറത്ത് ദൈവം ഇടപെടുന്നത് വരെ, എൻ്റെ വിഷയത്തിന് തമ്പുരാൻ മറുപടി പറയുന്നത് വരെ, എൻ്റെ കർത്താവ് എൻ്റെ വിഷയത്തിന്റെ മേൽ പ്രൈസ് ദി ലോർഡ് ഒരു തെളിവായി ഒരു മേഘം വെളിപ്പെട്ടു വരുന്നത് വരെ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ എഴുന്നേക്കത്തില്ല. ഒന്നാമത് ബാല്യക്കാരൻ വന്ന് പറഞ്ഞത് ഒന്നും കാണുന്നില്ല. ഒരു 6 പ്രാവശ്യം പോയി. 6ാമത്തെ
പ്രാവശ്യം എന്ന് പറയുന്നത്, 7-ാമത്തെ പ്രാവശ്യം എന്ന് പറയുന്നേ, ഒരു കൈപ്പത്തി പോലെ ചെറിയൊരു മേഘം. കൈപ്പത്തി പോലെ ഒരു ചെറിയ മേഘം ആകാശത്ത് കണ്ടാൽ മഴയെന്ന് ആരെങ്കിലും പറയുമോ? നിങ്ങൾ എപ്പോഴേലും കേട്ടിട്ടുണ്ടോ? ഈവൻ ഗോഡ് വർക്ക്സ് ഈവൻ ത്രൂ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിലൂടെയും ദൈവം പ്രവർത്തിക്കും. ദൈവത്തിന് ഒരു ചെറിയ കൈപ്പത്തി പോലുള്ള മേഘം മതി ആകാശത്ത് നിറയ്ക്കുന്ന മഴയാക്കി മാറ്റാൻ. നിങ്ങൾ ചെറിയൊരു ദൈവപ്രവൃത്തി കാണുമ്പോൾ, ഓ ഇത്രയല്ലേ ഉള്ളൂ, ഈ ചെറുത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ, ഇത്രയും വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ, 5000 പേരെ പോഷിപ്പിച്ചത് 5 പൗണ്ട് 2 മീന. മറന്നു പോകരുത്, ദേശം മുഴുവനെയും വിടുവിപ്പാൻ ദൈവം തിരഞ്ഞെടുത്തത് നോഹയെയും അവന്റെ പെട്ടകത്തെയുമാ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ചെറുതിലൂടെ ദൈവം വളർത്തുവാൻ വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ കൈപ്പത്തി മേലുള്ള മേഘമല്ലേ കണ്ടുള്ളൂ. കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച വലുതിനാ, ഞാൻ കണ്ടത് ചെറുതാ. നീ വരുത്തിച്ച വലുതാണേലും, നിന്നെ കണ്ടത് ചെറുതാണേലും, ഈ ചെറുതിനെ വലുതാക്കി മാറ്റി നിന്നെ മാനിപ്പാൻ സർവശക്തരായ ഒരു ദൈവത്തിന്റെ പക്കല ഞാനും നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, നീ പോയി നോക്കാൻ പറഞ്ഞു. അവൻ പോയി പറഞ്ഞു, യജമാനനേ, കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു ചെറിയൊരു മേഘം വരുന്നുണ്ട്. ഉടനെ എഴുന്നേറ്റ് ആഹാബിനോട് പറയുക, നീ രഥം കൂട്ടിപ്പൊക്കോ, വലിയ മഴ വരുക. പ്രൈസ് ദി ലോർഡ്. അവസാന ഭാഗം ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്താൻ പോവുക. ഏലിയാവ് പ്രൈസ് ദി ലോർഡ് മഴ കണ്ട് മഴ വരുന്നു എന്ന് മനസ്സിലായപ്പോ ഏലിയാവ് പ്രാർത്ഥന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് സ്തോത്രം, ആ പറഞ്ഞു തീർന്ന സമയം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 45-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ക്ഷണത്തിൽ, പെട്ടെന്ന് ക്ഷണത്തിൽ, ഈ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് കണ്ടത് കൈപ്പത്തി പോലുള്ള മേഘമാണെങ്കിൽ അടുത്ത് സംഭവിച്ചത് എന്തുവാ? ക്ഷണത്തിൽ പെട്ടെന്ന് അന്തരീക്ഷം മാറി, ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങൾ ഇന്റർസീഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലുള്ള അന്തരീക്ഷത്തെ തമ്പുരാൻ മാറ്റും. കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് പൊള്ളി നിന്ന സൂര്യൻ ഉച്ചസ്ഥായിയായി നിന്ന സ്ഥലത്ത് ആകാശം കാർമേഘം കൊണ്ട് ഉരുണ്ടുകൂടിയിരിക്കും. അന്തരീക്ഷം മാറിയുണ്ട്. ഓ, വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല. രോഗം, പ്രശ്നം, കടഭാരം, ജോലി സ്ഥലത്തോട്ട് പോകാൻ പറ്റുന്നില്ല. പ്രാർത്ഥിച്ചു, അന്തരീക്ഷം കർത്താവ് മാറ്റും. അന്തരീക്ഷം കർത്താവ് മാറ്റും. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത്. നിങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസ്ഥലിൽ നിന്ന് പ്രൈസ് ദി ലോർഡ് ഇടിവിൽ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്ക് നേരെ വ്യാപരിക്കുന്ന അന്തരീക്ഷത്തെ മാറ്റി ദൈവത്തിന്റെ ഒരു വലിയ വിടുതൽ കർത്താവ് ഈ ദിവസങ്ങളിൽ പ്രവർത്തിപ്പാനിടയായിത്തീരും. ബാല്യക്കാരൻ പോയി നോക്കിയിട്ട് പറയുക, ഞാൻ കൈപ്പത്തി പോലെ ചെറിയൊരു മേഘമേ കാണുന്നുള്ളൂ. എന്നാൽ പ്രൈസ് ദി ലോർഡ് ഏലിയാവ് പറയുക, അത് വലിയ മഴയുടെ പ്രൈസ് ദി ലോർഡ് അടയാളമാണ്. ഇന്ന് പകൽക്കാലം ചില ശബ്ദം, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വിഷയത്തിന്റെ വിടുതലിനുള്ള ശബ്ദം ഇന്ന് പകൽക്കാലം ആത്മാവിലൊന്ന് കേട്ടാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ദൈവകരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ച് പ്രൈസ് ദി ലോർഡ് ഒരു നിമിഷം എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. നിങ്ങളെ വിടുതലിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം ഒന്ന് കേട്ടാട്ടെ. ഹല്ലേലൂയ. വലിയൊരു മഴയുടെ മുഴക്കം, ഓ നിങ്ങളുടെ വിടുതലിന്റെ മുഴക്കം ഒന്ന് കേട്ടാട്ടെ. നിങ്ങളുടെ രോഗസൗഖ്യത്തിന്റെ ശബ്ദം ഒന്ന് കേട്ടാട്ടെ. നിങ്ങളുടെ പ്രൈസ് ദി ലോർഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്നുള്ള ഒരു വിടുതലിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം നിങ്ങളൊന്ന് കേട്ടാട്ടെ. കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കടബാധ്യത മാറിപ്പോകുന്ന ശബ്ദം ഒന്ന് കേട്ടാട്ടെ. നിങ്ങൾ ഏത് വിഷയത്തിന് മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ മേലുള്ള വിടുതലിന്റെ ശബ്ദം ഇന്ന് പകൽക്കാലം ഒന്ന് കേട്ടാട്ടെ. ഓ, വലിയ മഴയുടെ മുഴക്കം, വലിയ മഴയുടെ മുഴക്കം, വലിയ മഴയുടെ മുഴക്കം. ഒന്നും കണ്ടില്ലെങ്കിലും പ്രൈസ് ദി ലോർഡ് ഒരടയാളം പോലും ഇല്ലെങ്കിലും, ഒരു പിശുറൻ കാറ്റ് പോലും അടിച്ചില്ലെങ്കിലും, മഴയുടെ ലാഞ്ചനം ഒന്നുമില്ലെങ്കിലും ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ചിലത് കണ്ട് വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ എന്റെ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിൽ വിടുതലിന്റെ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ സമ്പത്തിന്റെ പേരുള്ള വിടുതലിന്റെ മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തിലുള്ള രോഗത്തിന്റെ വിടുതലിന്റെ മഴയുടെ മുഴക്കം ഞാൻ പകൽക്കാലം കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയുടെ മേലുള്ള വിടുതലിന്റെ മഴയുടെ മുഴക്കം ഞാൻ ഈ പകൽക്കാലം കേൾക്കുക. യേശുവിന്റെ നാമത്തിൽ എന്റെ ഭവനത്തിന്റെ മേലുള്ള ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന മഴയുടെ മുഴക്കം ഞാൻ ഈ പകൽക്കാലം കേൾക്കുക. ഓ, രക്തം ചെയ്യാം കർത്താവേ, സ്തോത്രം. ഞങ്ങളുടെ